Hi everyone, welcome back to our YouTube channel, The Talking Beauty and Me. So, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് പാട്രിയോട്ട് ആണ്. Written and directed by Mahesh Narayanan and produced by Anto Joseph and KG Anil. Starring നമുക്ക് എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ, മമ്മൂക്ക, അതുപോലെ ഫാഫ, നയൻതാര, രേവതി മാം, അങ്ങനെ ഒരുപാട് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മമ്മൂക്ക ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ പ്ലോട്ട് തന്നെയാണ് അതിന്റെ ഹീറോ. അതിൽ ആരാണ് ഹീറോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റാർ, അതായത് മമ്മൂക്കാന്റെയും ലാലേട്ടന്റെയും ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റാർഡം ഉള്ള ആൾക്കാരാണ് അവര്. സോ അങ്ങനത്തെ ഒരു സ്റ്റാർഡം വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹൈ മൊമെന്റ്സ് നമുക്ക് ഇതിൽ ഇല്ല. ശരിക്കും പടത്തിലെ ഹീറോ എന്ന് പറയുന്നത് ഇതിന്റെ പ്ലോട്ടാണ്. അതാണ് മ്യൂസിക് ആണല്ലോ അടിപൊളിയുണ്ട്. സുഷിൻ ഷാ, ചാക്കോച്ചിയുടെ നേരത്തെ റിലീസ് ചെയ്തിട്ടുള്ള പാട്ട് തന്നെയാണ്. ചാക്കോച്ചിയുടെയും ദൃശ്യയുടെയും ഒരു പാട്ടുണ്ട്, അതുപോലെ വേറൊരു പാട്ടും കൂടി ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാം ഓക്കെയാണ്. എനിക്ക് അതെല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മേക്കിങ്ങും അടിപൊളിയായിട്ടുണ്ട്. ഓരോ ഫ്ലൈറ്റിൽ പോകുന്ന സീൻസ് ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ട് നമുക്ക് തോന്നും. എല്ലാ സീൻസും എല്ലാം അടിപൊളിയായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അവർ സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അഡ്രസ് ചെയ്യാൻ പോകുന്ന ഒരു അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്. അതാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട്. പിന്നെ ഞാൻ ചില ആൾക്കാർ പറയണ കേട്ടു, ലാലേട്ടൻ ഇതിൽ വേണ്ടായിരുന്നു, നയൻതാര ഇവിടെ വേണ്ടായിരുന്നു, അതിലൊന്നും വലിയ ഇതൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള റോള് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവര് ചെയ്യാൻ പിന്നെ ഇത് വീണ്ടും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്റ്റാർഡം വെച്ചിട്ടല്ല ഇതില് എല്ലാവരെയും കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നോർമൽ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ അവരുടെ ഏജിനുള്ള ഒരു ക്യാരക്ടറാണ് അവർ ചെയ്യുന്നത്. ഇത് പറയുന്നത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണത്. രണ്ടുപേരും ഒരുമിച്ച് പിന്നെ ബാക്കിയും ഒരുപാട് ക്യാരക്ടേഴ്സ്. അതെ, അങ്ങനെ ഇങ്ങനൊരു ഫിലിം മലയാളത്തിൽ മാത്രമേ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി വേണമെങ്കിൽ മലയാളത്തിലെ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വേണമെങ്കിൽ അവര് ചിലപ്പോ എടുക്കുമായിരിക്കാം ഭാവിയിൽ. ഹൗസ്ഫുൾ ആയിരുന്നു ഫസ്റ്റ് ഡേ, അതുകൊണ്ട് തന്നെ ഹൗസ്ഫുൾ തന്നെയായിരുന്നു. ഫസ്റ്റ് മോർണിംഗ് ഷോ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹൗസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി. എന്തായാലും പോയി സിനിമ കാണൂ. എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയൂ. നിങ്ങൾ വേറെ പല റിവ്യൂസും കാണുന്നുണ്ടാവും, അതിനൊപ്പം തന്നെ ഞങ്ങളുടെ നമ്മുടെ റിവ്യൂസ് ഭയങ്കര സ്ഥിരമായിട്ട് ഒരേ നമ്പേഴ്സ് ആണ് വരുന്നത്. അതായത് ഞാൻ എണ്ണി നോക്കുമ്പോൾ ഞങ്ങള് കാണാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ് ഇത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലാരും കാണുന്നില്ല. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അത് പറയാത്തത് കൊണ്ടാണോ ചെയ്യാത്തത്? Please do subscribe and share to your friends. Like, share and comment. Okay. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരു കാര്യം വിട്ടുപോയി, നമുക്ക് അതിൽ മെയിൻ ആയിട്ടുള്ള റോള് രാജീവ് മേനൻ ചെയ്തിട്ടുണ്ട്. രാജീവ് മേനൻ എന്ന് പറയുമ്പോ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, നമ്മുടെ ഗുപ്തൻ, ചൂടുള്ളതായ അതെ, ആള് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റോള് ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് അടിക്കാൻ നമ്മള് എന്താണ് ഇങ്ങനെ ഫുൾ ഇരുട്ടിലിരിക്കുന്നത്. കാരണം നമ്മള് പടം കണ്ട് ഇറങ്ങിയിട്ട് നേരെ അടിയിൽ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വേഗം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർക്കിങ്ങിലായിരുന്നു. പാർക്കിങ്ങിൽ കുറച്ച് ലൈറ്റിംഗ് കുറവാണ്, അതുകൊണ്ടാണ് നമ്മള് ഉള്ളിലത്തെ ഈ റീഡിംഗ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത്. അപ്പോ അതൊന്ന് കൺസിഡർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ